നമസ്കാരം. പുതുവർഷം വന്നത് പുതിയ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തുടക്കമാണ്. ലോകത്ത് പുതുവർഷത്തെ ആദ്യം വരവേൽക്കുന്നത് കിരിബാതി ദ്വീപുകളാണ്. പസഫിക് സമുദ്രത്തിലെ ദ്വീപ് രാഷ്ട്രമായ റിപ്പബ്ലിക് ഓഫ് കിരിബാത്തിലെ ക്രിസ്മസ് ഐലൻഡിലാണ് ആദ്യം പുതുവർഷം പിറന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകുന്നേരം 3:30 ഇവിടെ പുതുവത്സരം പിറന്നത്. ഭൂമിയിലെ സമയക്രമം നിശ്ചയിക്കുന്നതിൽ ഭൂമിശാസ്ത്രപരമായ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ലോകം മുഴുവൻ ഒരു കലണ്ടർ വർഷത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ആ പുതുവർഷത്തെ ഭൂമിയിൽ ആദ്യമായി വരവേൽക്കുന്നത് നേരത്തെ പറഞ്ഞ പസഫിക് സമുദ്രത്തിലെ കൊച്ചു ദ്വീപ് രാഷ്ട്രമായ കിരിബാത്തിയാണ്. കിരിബാത്തിയിലെ ലെയ്ൻ ദ്വീപ് സമൂഹങ്ങളിൽ ഒന്നായ കിരിത്തിമതി അഥവാ ക്രിസ്മസ് ദ്വീപിലാണ് ലോകത്ത് ആദ്യമായി പുലരി വിരിയുന്നത്. ഈ പ്രത്യേകത എങ്ങനെയാണ് കിരിബാത്തിക്ക് ലഭിച്ചതെന്നും ഇതിന് പിന്നിലെ ശാസ്ത്രീയവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ എന്താണെന്നും പരിശോധിക്കുന്നത് കൗതുകകരമായിരിക്കും. ഭൂമിയിൽ പുതുവർഷം എവിടെ തുടങ്ങണമെന്ന് തീരുമാനിക്കുന്നത് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയാണ്. പസഫിക് സമുദ്രത്തിന്റെ മധ്യത്തിലൂടെ കടന്നുപോകുന്ന ഈ സാങ്കല്പിക രേഖയ്ക്ക് കിഴക്കും പടിഞ്ഞാറും 2 വ്യത്യസ്ത ദിവസങ്ങളായിരിക്കും അനുഭവപ്പെടുക. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ തൊട്ടു പടിഞ്ഞാറ് സ്ഥാനത്താണ് കിരിബാത്തിയുടെ സ്ഥാനം. ഭൂമി പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് കറങ്ങുന്നതിനാൽ ഈ രേഖയ്ക്ക് തൊട്ടു പടിഞ്ഞാറുള്ള പ്രദേശങ്ങളിലാണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നതും പുതിയ ദിവസം ആദ്യം പിറക്കുന്നതും. ഗ്രീൻവിച്ച് സമയം അനുസരിച്ച് നോക്കിയാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സമയം മുന്നിലോട്ട് നിൽക്കുന്ന രാജ്യം കിരിബാത്തിയാണ്. അതായത് ലണ്ടനിൽ അർദ്ധരാത്രിയാകുമ്പോൾ കിരിബാത്തിയിൽ അടുത്ത ദിവസത്തെ ഉച്ച കഴിഞ്ഞുള്ള സമയമായിട്ടുണ്ടാകും. എന്നാൽ 1995 മുൻപ് കിരിബാത്തിയുടെ അവസ്ഥ ഇതല്ലായിരുന്നു. ഈ ദ്വീപ് രാഷ്ട്രം പസഫിക് സമുദ്രത്തിൽ പടർന്നു കിടക്കുന്ന ഒന്നായതിനാൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ രാജ്യത്തിന് നടുവിലൂടെയാണ് കടന്നു പോരുന്നത്. ഇതിന്റെ ഫലമായി രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് ഒരു ദിവസവും കിഴക്കൻ ഭാഗത്ത് മറ്റൊരു ദിവസവും എന്ന വിചിത്രമായ സാഹചര്യം നിലനിന്നിരുന്നു. ഇത് ഭരണപരമായ കാര്യങ്ങളിലും വ്യാപാര ഇടപാടുകളിലും വലിയ പ്രതിസന്ധികൾ സൃഷ്ടിച്ചു. ആഴ്ചയിൽ 4 ദിവസങ്ങൾ മാത്രമാണ് രാജ്യത്ത് ഒരേ തീയതിയിൽ ഔദ്യോഗികമായ കാര്യങ്ങൾ നടന്നിരുന്നത്. ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി 1995 കിരിബാത്തി സർക്കാർ ഒരു പ്രധാനമായ തീരുമാനമെടുത്തു. അവർ അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ സ്ഥാനം കിഴക്കോട്ട് പുനർനിർണയിച്ചു. ഈ മാറ്റത്തോടെ കിരിബാത്തിയുടെ എല്ലാ ദ്വീപുകളും ദിനാങ്ക രേഖയുടെ പടിഞ്ഞാറ് ഭാഗത്തായി മാറി. പസഫിക് സമുദ്രത്തിലെ ഭൂപടത്തിൽ ഒരു വലിയ വി ആകൃതിയിൽ ഈ രേഖ വളഞ്ഞു നിൽക്കുന്നത് കിരിബാത്തിയെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയാണ്. ഈ മാറ്റമാണ് കിരിബാത്തിയെ ലോകത്തിലെ ഏറ്റവും വലിയ സമയവ്യത്യാസമുള്ള രാജ്യമാക്കി മാറ്റിയത്. ഇതിൻ്റെ ഫലമായി മില്ലേനിയം വർഷമായ 2000 ലോകത്ത് ആദ്യമായി വരവേൽക്കാനുള്ള ഭാഗ്യം കിരിബാത്തിക്ക് ലഭിച്ചു. അന്നു മുതൽ ടൂറിസം മേഖലയിൽ ഇത് വലിയ പ്രചാരം നേടിക്കൊടുക്കുകയും ചെയ്തു. ഭൂമിശാസ്ത്രപരമായ സ്ഥാനം പോലെ തന്നെ രാഷ്ട്രീയപരമായ ഇച്ഛാശക്തിയും കിരിബാത്തിയുടെ ഈ പ്രത്യേകതയ്ക്ക് പിന്നിലുണ്ട്. ടോങ്ക, സമോവ തുടങ്ങിയ മറ്റ് പസഫിക് രാജ്യങ്ങളും സമയക്രമത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് എങ്കിലും കിരിബാത്തിയുടെ കിഴക്കേ അറ്റത്തുള്ള ദ്വീപുകളാണ് ഇപ്പോഴും സമയത്തിൻ്റെ കാര്യത്തിൽ എല്ലാവരെക്കാളും മുന്നിൽ നിൽക്കുന്നത്. അങ്ങനെ പ്രകൃതിദത്തമായ സൂര്യോദയവും മനുഷ്യനിർമ്മിതമായ സമയക്രമവും ഒത്തുചേർന്നപ്പോൾ കിരിബാത്തി ലോകത്തിൻ്റെ പുതുവർഷ കവാടമായി മാറി. ഇന്ന് ഓരോ ജനുവരി 1-ാം തീയതിയും ലോകം ആഘോഷങ്ങൾ തുടങ്ങുന്നത് കിരിബാത്തിയിലെ ഈ കൊച്ചു ദ്വീപുകളിൽ നിന്നാണ്. വെബ് ഡെസ്ക് തത്തുമൈ TV.